ഹലോ, അപ്പൊ ഞാൻ ഇന്ന് രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. ബിക്കോസ് ഇന്ന് ഞാനും ഉമ്മാങ്കുട്ടി എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. കോളേജിലാഴ്ച നല്ല പണി ഉറങ്ങാൻ വിചാരിച്ചതാണ്. ബട്ട് ഉമ്മ എനിക്കാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഉറങ്ങാനേ വിട്ടിട്ടാ. അങ്ങനെ പിന്നെ സ്കിൻ കെയർ എല്ലാം ചെയ്തു. കുറച്ച് ഫാസ്റ്റ് ആയതുകൊണ്ട് എനിക്കൊരു മേക്കപ്സ് ഒന്നും ചെയ്ത് ഒരു അത്ര കംഫർട്ട് ആയിട്ടില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ എനിക്കതിനെ ബാക്കിയെടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് തിരക്കാക്കിയിട്ട് വേഗം വന്ന് അങ്ങനെ ഇവിടെ എത്തി നോക്കുമ്പോ ഒരാളും വന്നിട്ടില്ല. ഞങ്ങളിങ്ങനെ പോസ്റ്റായി നിന്ന് പിന്നീട് കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് പേരെത്തി. പിന്നെ കുറച്ച് പേര് വെയിറ്റ് ചെയ്ത് അങ്ങനെ പിന്നെ ട്രാവലറും ഒരു മിനി ബസ്സാണ് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പോയത് അവരെ വീഡിയോഗ്രാഫർ ആയിട്ടാണ്. ഓൾസോ മൈ ഫ്രണ്ട്സ് എല്ലാം എന്നോട് ഭയങ്കര കമ്പനി, അതുകൊണ്ട് എനിക്കും നല്ല ഉണ്ടായിരുന്നു. പിന്നീട് ബസ്സിൽ കയറിയിട്ടാണ് പണി തരുന്നത്. ബിക്കോസ് അവര് വെക്കുന്ന സോങ് എല്ലാം ഓൾഡ് മാപ്പിള സോങ് ആണ്. നല്ല ഉണ്ട് സോങ്, ബട്ട് എന്നാലും ഒരു ട്രിപ്പിൽ പോകുമ്പോ അതിൻ്റെതായ ഒരു വൈബിലില്ലേ. പിന്നീട് അവിടെ എത്തി അവിടുന്ന് അവരെ കുറച്ച് ഫോട്ടോസ് വീഡിയോസിലെടുത്ത് ദെൻ നമ്മൾ അകത്തേക്ക് കയറ്റാകുമ്പോ ഒരു പാലം കിട്ടുന്നു. അങ്ങനെ പാലത്തിൽ കൂടി നടക്കുമ്പോ ഞാനും കുറച്ച് പേടിപ്പിച്ച്. ബട്ട് ഉമ്മക്ക് അങ്ങനത്തെ ഒന്നും പ്രശ്നേ അല്ല, ഉമ്മ കൂളായി നടന്ന്. അങ്ങനെ പിന്നെ കുറച്ച് കഥയെല്ലാം പറഞ്ഞ് നടന്ന് ഞാൻ അവരെ വീഡിയോസിൽ എടുത്തു. ഞാൻ ലാസ്റ്റാണ് ഞാൻ വന്നത്. ഈ പ്ലേസ് കറക്റ്റ് എവിടെയാണെന്ന് എനിക്കറിയില്ല, ബട്ട് പുലിയാംതുരുത്തുനിന്നാണ് ഇത് പറയുന്നത്. ഒരു വില്ലേജ് ആണ്. അത് സ്റ്റാർട്ടിങ് തന്നെ കിഡ്സിന്റെ ഏരിയ ആണ്. പിന്നെ റെസ്റ്റിംഗ് പോലത്തെ ഒരു ഏരിയ, ബട്ട് അവിടെ അത്രയൊന്നും കാണാനില്ല. പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. ആ കയറുമ്പോൾ നല്ല അടിപൊളി വ്യൂസ് ഉണ്ട്. റിയൽ ആയിട്ട് കാണുമ്പോ ആ വ്യൂ നല്ലുണ്ട് പറഞ്ഞാൽ നല്ല. ആ മോർണിംഗ് ടൈംസ് എല്ലാം വന്ന് വ്യൂ കണ്ടാൽ അടിപൊളിയായിരിക്കും. ബിക്കോസ് ഫ്രണ്ടിന് വലിയ ഹില്ല് പോലുള്ള പ്ലേസ് ആണ്, അതുകൊണ്ട്. ബട്ട് എനിക്ക് ഫോണിൽ അത്ര വീഡിയോസ് ഒന്നും കിട്ടിയില്ല, ക്ലിപ്സ് ഒന്നും അത്ര രസം ഉണ്ടായിട്ടില്ല, ഫോട്ടോസ് ആരും വലിയ രസം ഉണ്ടായിട്ടില്ല. എന്നീ ക്ലൈമറ്റിന്റെ പ്രശ്നമാ ഫോണിന്റെ പ്രശ്നമാണെന്നറിയില്ല. അല്ല, ഫോണിന്റെ പ്രശ്നമാവാൻ ചാൻസ് ഇല്ല, ബിക്കോസ് ഞാൻ എന്റെ ഫോണിൽ മാത്രമല്ല ബാക്കിയുള്ളവരുടെ ഫോണിലും ജസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് ഗെയിംസിൽ കളിച്ചതിന് ശേഷം നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ച് നമുക്ക് അവിടുന്ന് ഒരു റിവർ സൈഡ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് കണ്ടതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് നടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. നടക്കാനുള്ള പ്ലേസ് എല്ലാം ഉണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് അറിഞ്ഞത് അവിടെ ശരിക്കും പറഞ്ഞാൽ വ്യൂ ഒന്നും ഇല്ല. ആകെ പാടെ ആ റിവറിന്റെ വ്യൂ ഉള്ള അത് തന്നെയുള്ളത്, വേറെ ഒന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് വെറുതെ ആ വെയിലൊക്കെ കൊണ്ട് നടന്ന്. ബട്ട് എനിക്ക് അതിൽ 2 വീഡിയോ ക്ലിപ്സ് നല്ല ഇഷ്ടമായിട്ടുണ്ട്. എന്നാ ഇവിടെ കാണിക്കാം. പിന്നീട് നമ്മൾ നടന്ന് എത്തിയത് എഗെയിൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഉള്ള ആ സ്റ്റെപ്പിന്റെ അടുത്തേക്കാണ് എത്തിയത്. പിന്നെ നമ്മൾ അവിടെ എഗെയിൻ സ്റ്റെപ്പ് കയറി മോളിലെത്തി അവര് ഗെയിംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഗെയിംസ്, ഒപ്പന, മ്യൂസിക്കൽ ചെയർ, അങ്ങനെ കുറേ തരം പരിപാടികൾ അവൾ കഴിഞ്ഞ്. എന്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ സ്റ്റിങ്ങിൽ ഇരുന്നതാണ്. ബട്ട് എനിക്കറിയില്ല അത് സ്ലൈഡ് പോലെ ആവുന്നത്. ഇരുന്നപ്പാടേ സ്ലൈഡ് പോലെ ഇങ്ങനെ വീണു. ബട്ട് ഞാൻ എന്റെ ഈഗോ കാരണം എഗെയിൻ താഴേക്കാണ് വീണത്. ബട്ട് ഫോണ് വീഴാൻ പോകുമ്പോ ഞാൻ ഫോണ് വീണ്ടെന്നാണ്ട് ഞാനും താഴേക്ക് വീണു. അങ്ങനെ എല്ലാരും അവിടെ മുകളിൽ നോക്കി ചിരിക്കായിരുന്നു. അങ്ങനെ ഒരു 5:30 ആകുമ്പോൾ എല്ലാരും താഴേക്ക് ഇറങ്ങി. ആ ഇറങ്ങുമ്പോഴാണ് എനിക്ക് ആ കിഡ്സിന്റെ ഏരിയ കണ്ട് എന്തെങ്കിലും ഒന്നിൽ കയറിയാലോ. അപ്പൊ നോക്കുമ്പോ ഉമ്മ മറ്റേ അതിന്റെ പേരെനിക്കറിയില്ല, അതിലിത് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കയറി. പിന്നീട് എനിക്ക് എന്തോ ഓർമ്മയില്ല, എന്റെ കാലേ ബാക്കിയാണ് ഫുള്ള് ഇങ്ങനെ താഴ്ന്നും മറ്റേ സീസോ ഇല്ലേ അതിൽ താഴ്ന്നും പൊന്തുന്നും എന്തെല്ലോ ആവുന്നുണ്ടായിരുന്നു. നമ്മള് അതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നത് വരുമ്പോ ഈ കയറ്റം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പോകുമ്പോക്കാണ് ഈ കയറ്റം ഇത്ര വലുതുണ്ടായിരുന്നു അറിഞ്ഞത്. അങ്ങനെ കയറിയ ശ്വാസം ഫുള്ളും ഉണ്ടായി. അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയിലെത്തി. അപ്പൊ ഇത്രയില്ല ഗൈസ്, ബൈ.